കൊല്ലത്ത് ഒത്തുതീർപ്പായ കേസിൽ ഗൃഹനാഥനെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ ചാത്തന്നൂർ സിഐ അനൂപിനെതിരെ നടപടിക്ക് സാധ്യത. പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ അജിയിൽ നിന്ന് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. എനിക്കുള്ളൊരു കേസ് ഇല്ല. പരവൂർ കോടതിയിൽ എനിക്ക് ഇനിയിപ്പോൾ അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരു മുൻവിധിയോളം ഞാൻ ഇവിടെ കിടക്കും. അങ്ങനെ വാറണ്ടുള്ള ഒരു പ്രതി കക്ഷി ആളാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഞാൻ ഒരു മുൻവിധി ഇല്ലാതെ കിടക്കുക, ഡോറ് തുറന്നു കൊടുക്കുക, പോലീസ് അകത്ത് കയറുക, ഇതൊക്കെ കാണിച്ചു വിടുകയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് വന്നേനെ. ഞാൻ കേസിൽ പ്രതിയാണെങ്കിൽ എന്നെ വിളിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചെല്ലും. ഞാൻ എപ്പോഴും പറയുന്നത് എന്നെ നിങ്ങൾ ശല്യം ചെയ്യേണ്ട, ഞാൻ ഷർട്ട് ഇട്ടിട്ട് നിങ്ങൾ കൂടെ ഇറങ്ങി വരാം. എൻ്റെ മനസ്സിൽ ധാരണ നമ്മളറിയാത്ത ഏതോ ഒരു കേസിൽ ഞാൻ പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഇരുത്തിയിട്ട് നാളെ റിമാൻഡ് ചെയ്യുമല്ലോ. ഒരു വസ്ത്രമെങ്കിലും വേണ്ട സാർ, ഞാൻ കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ കരുതി അങ്ങനെ തന്നെ ആവട്ടെ. അപ്പം നമ്മൾ എന്തായാലും രാത്രി പോലീസ് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് നല്ലതെന്നൊന്നും അല്ലെന്നറിയാം. അപ്പോൾ പിന്നെ എന്താണ് എന്ന് അവർ പറയുന്നുമില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ്. അവർക്ക് സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ടും എൻ്റെ വീട്ടിൽ ജീവിക്കണം. അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് സംരക്ഷണവും സുരക്ഷിതത്വം തരേണ്ട പോലീസ് വീടുകളിൽ കയറി ഇതുപോലുള്ള തോന്നിയാസങ്ങൾ കാണിച്ചാൽ നമുക്ക് എന്താണ് സുരക്ഷിതം എന്ന് പറയുന്നത്? ഒത്തുതീർപ്പായ കേസിൽ വാറന്റ് ഓർഡറുമായി അർദ്ധരാത്രി വീട്ടിൽ കയറി പോലീസ് ഗൃഹനാഥനെ കസ്റ്റഡിയിലെടുത്ത വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തു കൊണ്ടുവന്നത്. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് ഇപ്പോൾ? തീർച്ചയായിട്ടും ലക്ഷ്മി പത്മ, കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഈ ചാത്തന്നൂർ സിഐ അനൂപിൻ്റെ അതിക്രമം ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്നത്. അജിയുടെ മകൾ എടുത്ത ദൃശ്യങ്ങളാണ് ന്യൂസ് മലയാളം ആദ്യം പുറത്തുവിട്ടത്. അജിയുടെ മകൾ ഇത്തരത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നുണ്ട്. തൻ്റെ പിതാവിനെ എന്തിനാണ് രാത്രി 12 മണിക്ക് മതിൽ ചാടിക്കടന്ന് വീട്ടിലേക്കെത്തി ബെഡ്റൂമിലെത്തി പിടികൂടി കൊണ്ടുപോകുന്നത്? അപ്പോൾ ഇയാൾക്കെതിരെ വാറണ്ടുണ്ട്, വാറണ്ടിനെ സ്റ്റേഷനിൽ വിളിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ എത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പെരുമാറും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇയാളെ കുത്തിന് പിടിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി അത് തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നിന്നെ ഇടിച്ചുകൂട്ട് മൂലക്കിടും എന്ന് ആ CI പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ആ പെൺകുട്ടി ചിത്രീകരിച്ച ആ വിഷ്വൽസാണ് ഇപ്പോൾ പോലീസിന് മുമ്പിൽ തെളിവായിട്ടുള്ളത്. ഈ കേസിന് ആസ്പദമായിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 550/2013 ഒരു കേസ്, അതൊരു വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട്, ഒരു കടയുടെ വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട കേസിലെ വാറണ്ടാണ് ഇത്തരത്തിൽ ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ വന്നു കിടന്നത്. പക്ഷേ ഈ കേസ് കോടതിയിൽ നിന്നും ഇവർ ഒത്തുതീർപ്പായി പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും പരിശോധിക്കാതെയാണ് ചാത്തന്നൂർ CI അനൂപും കൂടെ കുറച്ച് പോലീസുകാരും അവിടെ എത്തി ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെ പിടികൂടുന്നത് പോലെ അർദ്ധരാത്രി വീട്ടിനുള്ളിലെത്തി അയാളെ പിടികൂടുന്നതും, അടിവസ്ത്രം പോലും താൻ ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് തൻ്റെ മകളുടെ മുമ്പിൽ വെച്ച് ഇടാൻ പറയുന്ന ഒരു CI, അത് പോലീസ് സേനയ്ക്കകം അപമാനമാണ്. അതും ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് ACP പ്രദീപിനാണ് അന്വേഷണ ചുമതല. പ്രദീപ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ അജിയുമായി സംസാരിച്ചു, വിവരങ്ങൾ തേടി. വീഡിയോ ദൃശ്യങ്ങളടക്കം, ഇവിടെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം എടുത്തിട്ടുണ്ട്. ഈ CIക്കെതിരെ നിരവധി പരാതികളാണ് ചാത്തന്നൂരിലുള്ളത്. ഇയാൾ ആളുകളോട് പെരുമാറുന്ന രീതി ശരിയല്ല. അങ്ങനെ വളരെയധികം ഗുരുതരമായ പരാതികൾ ഈ CIക്കെതിരെ ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലക്ഷ്മി പത്മ, ഈ ചാത്തന്നൂർ ഡിവിഷന് പരിധിയിൽ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ ഇല്ല. അതായത് ഒരു മാസക്കാലമായി ഇവിടെ 1.5 മാസക്കാലമായി ഇവിടെ അസിസ്റ്റന്റ് കമ്മീഷണർ ഇല്ല. പുതിയൊരാളെ ഇവിടെ നിയമിച്ചിട്ടുമില്ല. ഇതൊക്കെ തന്നെ പോലീസിന് എന്തും കാട്ടാമെന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ ആളില്ലാത്ത രീതിയിലേക്ക് ചാത്തന്നൂർ ഡിവിഷൻ പരിധി മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും ഈ CIക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലക്ഷ്മി പത്മ. ഷമീർ അബ്ദുൾ, കൊല്ലത്ത് നിന്ന്.